എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആവട്ടെ. കാര്യം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത കാര്യം മറ്റുള്ളവർക്കും പ്രയോജനപ്പെട്ട് അവർക്കും അത് അവരുടെ ലൈഫിലും ചേഞ്ച് കൊണ്ടുവരുവാണെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം നമുക്ക് വേറെ ഇല്ല. അപ്പം ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുക്കാന്ന് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മുടെ ലൈഫിനെ നമ്മൾ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യമേ നമ്മൾക്ക് അഫർമേഷൻ നമ്മളുടെ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേപ്പറും പെന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ടെങ്കിൽ ഒരു പേപ്പറും പെന്നും ഇല്ലെങ്കിൽ ഒന്ന് എടുക്കാം. പേപ്പറും പെന്നും എടുക്കണേ. മൈൻഡ് സെറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ്. ആദ്യമേ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങള് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യും. വേണ്ടാത്ത കാര്യങ്ങളല്ല, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. ഇന്ന കാര്യങ്ങൾ വേണം, എന്റെ ലൈഫിൽ ഇന്ന കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങൾ മാത്രം 10 കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ചിലപ്പോ നമ്മൾ സ്വയമായിരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡീപ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് എന്താ വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ആ കാര്യം മാത്രം നിങ്ങൾ എഴുതുക. എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് പറയണം ഞാൻ ഇത് ചെയ്യും. ഈ 10 കാര്യങ്ങൾ നിങ്ങളിപ്പം എഴുതിയേക്കുന്ന 10 കാര്യങ്ങളുണ്ടല്ലോ, ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു 21 ദിവസത്തേക്ക്, ഒരു 21 ഡേയ്സിലേക്ക് നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇത് എല്ലാവരും ഈ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് ഇവിടുന്ന് പോവാവൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള 21 ദിവസം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ആ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ ആക്ഷൻ ആണോ എടുക്കേണ്ടത് അത് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും ഇപ്പം നമ്മൾ പറയുകയാണ് എനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. എന്ത് ചെയ്യണം? ക്യാൻസൽ. എനിക്ക് വേണ്ടത് ഇതാണ്. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്യ്. എന്ത് ചെയ്യും? 21 ദിവസം നിങ്ങൾക്ക് അറിയാം എന്ത് കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനിയുമുള്ള 21 ദിവസം നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ ആണ്. നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, എനിക്ക് ഇത് വേണ്ടായിരുന്നു, അല്ലെ എനിക്ക് ഇതല്ലായിരുന്നു ആവശ്യം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു കാര്യമല്ല വേണ്ടത് എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഇന്ന കാര്യമാണ് വേണ്ടത്, എനിക്ക് ഇങ്ങനെയുള്ള റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണ് വേണ്ടത്, ഇങ്ങനെയുള്ള റൈറ്റ് ക്ലയൻസ് ആണ് എനിക്ക് വേണ്ടത്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ കാര്യം മാത്രം നിങ്ങൾ സംസാരിക്കുന്നുള്ള ഒരു തീരുമാനം ഇവിടുന്ന് എടുത്തിട്ട് വേണം പോവാൻ. 21 ദിവസം നിങ്ങൾ കംപ്ലീറ്റ്ലി ഇത് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നോ അപ്പൊ കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക? അത് ക്യാൻസൽ പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് എന്താണോ നിങ്ങൾ പറയാൻ പോകുന്നത്, എന്തായിരിക്കും പറയാൻ പോകുന്നത്? എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമേ. എല്ലാരും എന്തായിരിക്കും പറയാൻ പോകുന്നത്? വേണ്ടത് മാത്രം. ഓക്കെ, എല്ലാരും എഗ്രി ചെയ്തോ? എഗ്രി ചെയ്തെങ്കിൽ എല്ലാരും ഒന്ന് തംസ് അപ്പ് ഇടാമോ? യെസ്. ഓക്കെ, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്മളെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ആരെയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവരെല്ലാവരും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറയും. പക്ഷെ നമുക്ക് ക്ലിയർ ആണ്. എന്ത് ക്ലിയർ ആണ്? ആ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ശരി ഏതാ തെറ്റേതാന്ന് തിരിച്ചറിയാം, റിയാലിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും നമ്മുടെ ലൈഫിലോട്ട് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ റൈറ്റ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുക. എന്താക്കി മാറ്റുക? ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുക. ഓക്കെ, അത് പ്രസന്റ് ടെൻസിൽ വേണം എഴുതാൻ വേണ്ടി. ഓക്കെ, ഇപ്പോ ഐ ആം പവർഫുൾ എന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ പവർഫുൾ ആയിട്ടാണ് മാറാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് വേണ്ടത് പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഐ ആം പവർഫുൾ എന്ന് എഴുതണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഷോർട്ട് ആൻഡ് ക്രിസ്പ്. മലയാളത്തിലാണെങ്കിൽ മലയാളത്തില്,
എന്താണോ വേണ്ടത് അതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുക. ബോൾഡ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുക. പ്രസന്റ് ടെൻസിൽ വേണം എഴുതാൻ വേണ്ടി. മാം, ഒരു ഡൗട്ട്. ചോദിച്ചോ. ഡെയിലി പ്രാക്ടീസ് ചെയ്യണോ, അത് ഒരേ പ്രത്യേക ടൈമിൽ ചെയ്യണമെന്നുണ്ടോ? ഇനി പറയാൻ പോകുന്ന കാര്യം, ഈ നമ്മളിപ്പോ സ്റ്റേറ്റ്മെന്റ് ആക്കുന്ന കാര്യം ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ മൈൻഡ് വിശ്വസിക്കുന്ന കാര്യം കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുന്നവരെ നിങ്ങൾക്ക് തോന്നുമല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറയാം. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാമോ? എഴുതിയ ഗോള്, പ്രയർ, പിന്നെ ഫാമിലി, പാരന്റ്സ്, ഗ്രോത്ത് ഇൻ ബിസിനസ്, അങ്ങനെ. അപ്പൊ നമ്മൾ പല കാര്യങ്ങളായിട്ടല്ലേ എഴുതി. അപ്പൊ അതിങ്ങനെ കണക്ട് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കുന്നു. അല്ല, വേണ്ട കണക്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ആക്കണ്ട. എല്ലാം സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആക്കിയാൽ മതി. 10 ഗോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോന്നും ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയാൽ മതി. നമ്മൾ 21 ദിവസവും നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ഒരുമിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കണം. എപ്പോഴും എന്തായിരിക്കണം, അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിരിക്കണം, ഏറ്റവും സിമ്പിൾ ആയിരിക്കണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സിമ്പിൾ ലാംഗ്വേജ് അല്ലേ മനസ്സിലാവുന്നത്. അതുപോലെ സിമ്പിൾ ആയിരിക്കണം. നമ്മളെ ലാംഗ്വേജ് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന പോലെ ആയിരിക്കണം. നമ്മൾ അങ്ങനെയാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഒരു കുഞ്ഞിനോട് നമ്മൾ എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യുന്നത് അതുപോലെ വേണം നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ രീതിയിൽ വേണം ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, കണ്ണടച്ചിട്ട് നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെന്റിന്റെയും പുറത്ത് കൈ വെച്ചിട്ട് നിങ്ങളൊന്ന് ഒന്ന് തൊട്ട് നോക്കിയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക, നിങ്ങൾ ഇത് ശരിക്കും ബിലീവ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ഗോളിന്റെ മുകളിൽ വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്താ പറയുന്നതെന്നുള്ളത് ഒന്ന് ഫീൽ ചെയ്യുക. നമ്മളുടെ ലൈഫിലോട്ട് എന്തുകൊണ്ട് അഫർമേഷൻസ് വർക്ക് ആവാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഫീൽ ചെയ്യുന്നു വെച്ചാൽ കംപ്ലീറ്റ് ഫെയ്ത്ത് വേണം. എന്ത് വേണം? എല്ലാവരും ഒന്ന് ഉറക്കെ പറയോ, എന്താണ് വേണ്ടത്? കംപ്ലീറ്റ് ആയിട്ട് ബിലീവ് ചെയ്ത് ഒരു ഫെയ്ത്ത് വേണം അല്ലെ, ഇത് നടക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് എത്രമാത്രം ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതൊന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ഫീൽ ചെയ്യുവാണ്. എത്രമാത്രം റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാം. പിന്നെ പല കാര്യങ്ങളും നമുക്ക് ആദ്യം തോന്നും എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുമായിരിക്കാം അല്ലെ. പക്ഷെ നമ്മൾ കുറച്ചു നാള് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഫീൽ ചെയ്യത്തില്ല, ആ റെസിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഫീൽ ചെയ്ത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ? നമുക്ക് പല കാര്യങ്ങളും റെസിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് ഫീൽ ചെയ്തിട്ടുണ്ടോ? യെസ്, നന്നായിട്ട് നമുക്കത് ഫീൽ ചെയ്യും അല്ലേ, റെസിസ്റ്റൻസ്. ആദ്യത്തെ സമയം നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇതൊരു 90% ആണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഒരു 85% ആവും, 80% ആവും. നോക്കിക്കോണം, പിന്നെ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് റെസിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞിട്ട് നമുക്ക് വേണ്ട കാര്യത്തിലോട്ട് നമുക്ക് മാറാൻ പറ്റും. ക്ലിയർ? അപ്പം എന്താ പറയാ, ആ റെസിസ്റ്റൻസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ നമുക്ക് വേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം കൊടുത്ത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതിന് ഇൻ ബിറ്റ്വീൻ ടൈമിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? 21 ദിവസം എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? എപ്പോഴൊക്കെ നമ്മൾ ഇതിനെതിരായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു, നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരം കിടക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം പറഞ്ഞ് ഞാൻ അത് ബിലീവ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ് നമ്മൾ കിട്ടിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി. ക്ലിയർ ആണോ? ഇത്രയും പ്രാക്ടീസ് ചെയ്യാൻ ഓക്കെ ആണോ? യെസ്, യെസ്. നമ്മൾ എന്ത് ചെയ്യണം? അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾ ഒന്ന് ബുക്കിൽ എഴുതിയേക്കാം. ഈ ഒരു ബിലീഫ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ഒരു ബിലീഫ്, ഇനി ഞാൻ പറഞ്ഞില്ല കോൺഷ്യസ് ആവണമെന്ന് പറഞ്ഞില്ലേ, കോൺഷ്യസ് ആവുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ബിലീഫ് നിങ്ങളെ സെർവ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു തീരുമാനം, ചോയ്സ് ഇനി തൊട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഈ ഒരു ബിലീഫ് എന്നെ മുന്നോട്ട് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ക്ലിയർ ആയോ? ആ ഒരു കാര്യം മനസ്സിലായോ? നമ്മളൊന്ന് കോൺഷ്യസ് ആയിട്ട് ചോദിക്കാം, ഈ ഒരു ബിലീഫ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം, ഈ ഒരു വാക്ക്, ഈ ഒരു വേർഡ്സ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ മുന്നോട്ടുള്ള ഗ്രോത്തിന്? ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ടുപോകേണ്ട കാര്യമില്ല, ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണ്ട. ക്ലിയർ? അപ്പൊ എന്ത് കോൺഷ്യസ് ചോയ്സ് എടുക്കാൻ നിങ്ങൾ ഇനിയും പഠിക്കണം. എന്ത് പഠിക്കണം? കോൺഷ്യസ് ആയിട്ടുള്ള ചോയ്സ് എടുക്കാൻ. അപ്പൊ ആ ചോയ്സ് എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുക,
ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വരും. പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ എത്ര നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കുക, ഈ ഒരു കാര്യം ഞാൻ മുന്നോട്ട് പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? അപ്പൊ അത് അവയർനെസ്സിലോട്ട് കൊണ്ടുവരാം. എന്താ പറയാ, കോൺഷ്യസ് അവയർനെസ്സിലോട്ട് കൊണ്ടുവരാം. ഇത് എനിക്ക് ബിലീഫ്, ഈ ഒരു ബിലീഫ് എന്നെ സെർവ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്കത് വേണ്ട. എനിക്ക് വേണ്ട ബിലീഫ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു പോസിറ്റീവ് ബിലീഫ് നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മസാരോ ഇമോട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു സയന്റിസ്റ്റിന്റെ കാര്യം കേട്ടിട്ടുണ്ടാവും അല്ലേ? സ്റ്റഡിയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം ഉണ്ടല്ലോ, വെള്ളം, വാട്ടർ ആണ് പുള്ളി സ്റ്റഡി ചെയ്തത്. ആ വാട്ടറിനെ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് ആ വാട്ടറിന് മോളിക്യൂൾസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ താങ്ക് യു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മോളിക്യൂളിന്റെ ചേഞ്ച്, അതുപോലെ തന്നെ പല പല വേർഡ്സുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ മോളിക്യൂൾസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ചേഞ്ച് പുള്ളിക്ക് റിസർച്ചിൽ കണ്ടെത്താൻ പറ്റി. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി, നമ്മൾ പറയുന്ന വേർഡ്സ്, നമ്മൾ പറയുന്ന തോട്ട്സ്, നമ്മൾ പറയുന്ന നമ്മളുടെ ഇമോഷൻസ്, ഇതിനൊക്കെയും എന്ത് ചെയ്യാൻ പറ്റും, വാട്ടറിൽ മോളിക്യൂൾസിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളുടെ ബോഡിയിൽ എത്ര പെർസെന്റേജ് ഓഫ് വാട്ടർ ഉണ്ട്? ഏകദേശം എത്ര പെർസെന്റേജ് വാട്ടർ ഉണ്ട്? 70. ഓക്കെ, അപ്പൊ അത്രയും പെർസെന്റേജ് ഓഫ് വാട്ടർ ഉള്ള നമ്മുടെ ബോഡിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനും തോട്ട്സിനും ഇമോഷനും ഉള്ള പവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എത്രത്തോളം പവർഫുൾ ആയിട്ടായിരിക്കണം നമ്മുടെ വേർഡ്സുകൾ യൂസ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ അത് പറയുന്ന ഒരു വ്യക്തി, ഒരു അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയോട് എത്രത്തോളം പവർഫുൾ ആയിട്ടാണ് നമ്മളത് ഉപയോഗിക്കേണ്ടതെന്നൊന്നും ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടാണെങ്കിലും ഓക്കെ, അപ്പൊ അവരിൽ എന്താണ് ഉണ്ടാവുന്നത്? അവരുടെ ബോഡി എന്ന് പറയുന്ന വാട്ടർ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആ ബോഡിയിൽ നമ്മൾ ചേഞ്ചസ് ഉണ്ടാക്കുവാണ് അല്ലെ? എപ്പോഴാ അവർ അത് ബിലീവ് ചെയ്യുമ്പോൾ? ബിലീവ് ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിക്ക്, നമുക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, 2 കുഞ്ഞുങ്ങളും 2 ഡിഫറെന്റ് ക്യാരക്ടർ ആയിരിക്കും. ചിലപ്പോൾ രണ്ടുപേർക്കും നമ്മൾ ഒരേപോലെ ആയിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ ഒരാൾ അത് അതേപോലെ എടുക്കുന്ന ഒരാളായിരിക്കും, മറ്റേ അതൊന്നും വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ആളായിരിക്കും. റൈറ്റ്? അതേപോലുള്ള കോൺഷ്യസ് ചോയ്സ് ആണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എടുക്കേണ്ടത്. നിങ്ങളടുത്ത് പറയുന്ന പല കാര്യങ്ങളും, ഒരാൾ വന്ന് പറയാണ് നിങ്ങൾക്ക് ആ കഴിവില്ല, ഈ കഴിവില്ല എന്ന്. പക്ഷെ നമ്മൾ എപ്പോഴാണ് അത് ബിലീവ് ചെയ്യാൻ തുടങ്ങി, അവിടെയാണ് പ്രശ്നം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ല, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ആരെന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇത് ചെയ്തെടുക്കും, എനിക്കിതിനുള്ള പവർ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുവാണെങ്കിൽ അവിടെ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് വെരി പവർഫുൾ ആണ്. അപ്പൊ ആ പവർഫുൾ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ ആരടുത്താണ് പറയുന്നത്? ഒരാളെ ഹേർട്ട് ചെയ്യാനാണോ ഉപയോഗിക്കുന്നത്, അതോ ഒരാള് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാനാണോ, അതോ മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയാണോ ആ വേർഡ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആണോ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം? ഓക്കെ, കോൺഷ്യസ് ആയിട്ട് വേണം നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പൊ എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് എത്രത്തോളം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഒരു പവർഫുൾ ആയുള്ള അഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ റെസിസ്റ്റൻസ് കുറയാനും, അതുപോലെ തന്നെ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് അതൊന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതിനകത്ത് പല ആൾക്കാരും പല ഫീലിങ്സുമായിട്ടായിരിക്കും ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? എന്തൊക്കെ ഫീലിങ്സ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്? ചിലർക്ക് സാഡ് ആയിരിക്കാം, ചില ആംഗ്രി ആയിരിക്കാം, ഹാപ്പി ആയിരിക്കാം, പല പല ഫീലിങ്സുമായിട്ടായിരിക്കും വന്നേക്കുന്നത്. റൈറ്റ്? ആണ്. ഓക്കെ, നല്ല ക്ലാരിറ്റിയാണ് മാമിന്റെ ടോക്കിന്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താണോ ഇപ്പൊ നിങ്ങളുടെ ഫീലിങ്സ്, ആ ഫീലിങ്സ് നമ്മൾ എടുക്കുക. എന്താണ് എന്റെ മനസ്സിലുള്ള ഫീലിംഗ്? കാരണം ഈ ഫീലിംഗ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഇമോഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ഇമോഷൻസ് മാസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്, മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ചെയ്തോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മുടെ സ്റ്റേറ്റ് എന്താണ്? ഓക്കെ, ഇനിയാണ് നമ്മൾ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. NLP യിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ഒരു ടൂളിനെ പറ്റി പറഞ്ഞത്. കാരണം ഈ ഒരു ഫീലിംഗ് നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ തോട്ട്സിലോട്ട് നമ്മൾ കൊണ്ടുപോകും, ചിന്തിച്ചു തുടങ്ങും. കറക്റ്റ്? ഈ ഫീലിംഗ് പതുക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങും.
തോട്ടിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഫീലിങ്സ്, തോട്ട്സ് എന്തായിട്ട് മാറും? ആക്ഷൻസ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ സാഡ് ആണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജ് ഒന്ന് മാറും. ഹാപ്പി ആണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജ് ഒന്ന് മാറും. അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കാൻ പോകുന്നത്? അതായിരിക്കും ആക്ഷനിലോട്ട് റിസൾട്ട് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ ലൂപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു ഫീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു? അത് തോട്ട്സ് ആക്കി മാറ്റുന്നു. ആ തോട്ട്സ് നമ്മളുടെ ആക്ഷനിലോട്ടും റിസൾട്ടിലോട്ടും പോകുമ്പോൾ അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് റിയാലിറ്റി തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഫീൽ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ലൂപ്പിനെ ഒത്തിരി നേരം കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പകരം എന്ത് ചെയ്യുക? പകരം നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് നമ്മൾ പിടിക്കുക. നമ്മൾ ഹാപ്പി ആവുക. നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് എനർജി തരുന്ന ആളുകൾക്ക് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം കേൾക്കുക. നമ്മൾ എനർജി റീഗെയിൻ ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് തംസ് അപ്പ് ഇടണേ. ഓക്കെ, വെരി ഗുഡ്. ഒരു അഫർമേഷൻ നമ്മൾ സെറ്റ് ചെയ്തല്ലോ. ആ അഫർമേഷൻസിൽ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം? ഈ അഫർമേഷൻ നടക്കുമോ? ഒരു ജഡ്ജ്മെന്റും പാടില്ല. ഇത് നടക്കുമോ? ഇത് നടക്കത്തില്ലേ? ഇത് എങ്ങനെ നടക്കും? ഇതൊന്നും നമ്മുടെ ഒരു പാർട്ടല്ല. അതൊക്കെ അങ്ങ് നടന്നോളൂ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10 വർഷം മുന്നേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇന്ന് എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. അന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ മാം ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ക്ലിയർ ആണ് ഇതൊക്കെ തന്നെ നടക്കാൻ പോകുന്നതെന്ന്. കാര്യം ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. എന്റെ ബിലീഫ് അങ്ങനെ സ്ട്രോങ് ആണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണും. അപ്പൊ ആ ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് എന്താ ചെയ്യേണ്ടത്? നമ്മളത് ഫീൽ ചെയ്യുക. ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ്. അപ്പൊ ബിലീവ് എന്ത് ചെയ്യണം? നമ്മൾ ഫീൽ ചെയ്യാൻ പറ്റണം. ഫീൽ ചെയ്യുന്നത് മാത്രമല്ല, ഫീൽ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? ഫീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സ്റ്റേറ്റ് നമ്മൾ ആയിരിക്കണം, അല്ലെ? ആ ഫീൽ ചെയ്യണം. ആ ഫീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഇത് റൈറ്റ് ആയിട്ടുള്ള ഇന്റൻഷനിലുള്ള എനർജി ആണോ നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കണം. അവിടെയാണ് ചിലർക്ക് തെറ്റുപറ്റണേ. എന്താണെന്ന് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുക ഇന്ന ആളെ തോപ്പിച്ചിട്ട് ഞാൻ അത് ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അതൊരു റൈറ്റ് ആയിട്ടുള്ള ഇന്റൻഷൻ അല്ല, റൈറ്റ് ആയിട്ടുള്ള എനർജി അല്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. നമ്മളിപ്പോ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയാണ് നീ അവനെ തോപ്പിച്ചിട്ട് ചെയ്യണോ എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് റൈറ്റ് ഇന്റൻഷൻ അല്ല. അല്ലെങ്കിൽ എനിക്ക് എല്ലാവരും യുണീക്കാണ്, എല്ലാവർക്കും അവരുടേതായ ഒരു പ്ലേസ് ഈ ലോകത്തുണ്ട്. ഓരോരുത്തർക്കും ഓരോ പർപ്പസും ഓരോ പ്ലേസും ഉണ്ട്. അതിനാരെയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ് വേണ്ടത്? അവനോന് എന്താണ് വേണ്ടത്, അവനോന് എന്തിനാണ് ഈ ഒരു പർപ്പസ് തന്നിരിക്കുന്നത്, അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അത് ആരെയും കോമ്പറ്റീഷൻ അല്ല ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, ഇതിന്റെ ഇന്റൻഷൻ പ്യുവർ ആണോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഇന്റൻഷൻസ് റൈറ്റ് ആയിട്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അഫർമേഷൻസ് എല്ലാം വർക്ക് ചെയ്യുള്ളൂ. ക്ലിയർ? അപ്പൊ ഈ 10 ഗോൾസ് എഴുതിയിരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു 10 ഗോളും നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ പോസിറ്റീവ് ഇന്റൻഷനിലൂടെയാണോ എഴുതിയേക്കുന്നത് എങ്കിൽ മാത്രമേ ഈ അഫർമേഷൻസ് വർക്ക് ചെയ്യത്തുള്ളൂ. ആ അഫർമേഷൻസ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ഇതിന്റെ ബിഹൈൻഡ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യോ? അപ്പൊ എല്ലാവരും ചിന്തിക്കേണ്ടത് ഇതിനകത്ത് ഏതെങ്കിലും ഇന്റൻഷൻ നെഗറ്റീവ് ആയിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടോ, പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റൻഷൻസ് ആണോ നമുക്ക് ഉള്ളത് എന്നുള്ളത് നോക്കാം. അപ്പൊ പോസിറ്റീവ് ഇന്റൻഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വർക്ക്ഔട്ട് ആവുന്നത്. നമുക്ക് നല്ലൊരു കാര്യമാണ് ഈ ലോകത്തിന് വേണ്ടി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പണം സമ്പാദിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്, എന്ത് ഇന്റൻഷൻസ് ആയിക്കോട്ടെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റൻഷൻ ആയിരിക്കണം. മനസ്സിലായോ? അത് മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കുന്ന ഒരു ഇന്റൻഷനും കൂടെ ആയിരിക്കണം. ക്ലിയർ? യെസ്. എന്നിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പിൽ എനിക്കൊന്ന് ഇടുക, എന്തൊക്കെ റിസൾട്ട്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, നമ്മുടെ വാട്സപ്പിൽ ജോയിൻ ചെയ്യാത്തവര് വാട്സപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും പേര് ഫോൺ നമ്പർ ഒന്ന് പറയാം പ്ലീസ്.
കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ചാറ്റ് ബോക്സിലോട്ട് ഇടാമേ. ഹലോ, ഞാൻ ഷെർലി രാജ്കുമാർ. ഞാൻ ഈ ക്ലാസ് എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റി. ഞാൻ അഫർമേഷൻ യൂസ് ചെയ്യുവാണ്, കുറെ നാളായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. കേൾക്കാമോ മാം? കേൾക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴാ കുറെ നാളായി, ഇപ്പൊ 5 വർഷം കഴിഞ്ഞു. എന്നിട്ട് കുറച്ച് ക്ലാരിറ്റി ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. കാര്യം മാം പറയുന്ന പോലെ ഒരുപാട് നെഗറ്റീവ് ഇടയ്ക്ക് കയറി വരും. അപ്പൊ നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ഇടയ്ക്കാണ് എനിക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങിയത്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പൊ ഞാൻ ഈ അഫർമേഷൻ ഇപ്പൊ മാം പറഞ്ഞപ്പോ പറഞ്ഞതുപോലെ കുറെ അഫർമേഷൻസ് ഇങ്ങനെ മാറി മാറി പോവായിരുന്നു. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇപ്പോഴാണ് എനിക്കത് ക്ലിയർ ആയത്. ആ ഒരു ക്ലാരിറ്റി വന്നത്. താങ്ക് യു. മാഡം, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ നമ്മൾ ഗോൾ എഴുതുന്ന സമയത്ത് പെർട്ടിക്കുലർ ഡേറ്റിൽ അച്ചീവ് ചെയ്യുന്ന കൊടുക്കണോ, അല്ലെങ്കിൽ 6 മാസത്തിന്റെ ഉള്ളിൽ അച്ചീവ് ചെയ്യുന്നോ, 1 ഇയറിന്റെ ഉള്ളിൽ അച്ചീവ് ഇത് നമ്മൾ അഫർമേഷൻസ് സെറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർട്ടിക്കുലർ ഒരു ഡേറ്റ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൊടുക്കാം. താങ്ക് യു. ഹായ് മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാനും ഇതുപോലെ ഇത് ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം. ഞാനൊരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബിഗ് സീറോ ആയിരുന്നു. ഒന്നിനും കൊള്ളില്ലാന്ന് സ്വയം വിലയിരുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ കൊറോണ കാലം വന്നപ്പോൾ യാദൃശ്ചികമായിട്ടാണ് റോണ്ടാ ബേണിന്റെ സീക്രട്ട് എന്ന ബുക്ക് വായിക്കാനായിട്ട് വന്നത്. അതിനുശേഷമാണ് ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയത്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാന്ന് എഴുതിയ ഞാൻ എന്നെ കൊണ്ട് എന്തിനൊക്കെ ആകും എന്ന് സ്വയം മാറി തുടങ്ങി. അപ്പൊ മാറി തുടങ്ങിയപ്പോ എനിക്ക് ഓരോ വഴികൾ തുറന്നു വന്നു. ഞാൻ എന്താഗ്രഹിക്കുന്നു ആ ക്ലാസ്സുകൾ എന്റെ മുന്നിൽ വന്ന് കിട്ടുക. ഇപ്പൊ മാം ആയിരുന്നാലും യാദൃശ്ചികമായിട്ടാണ് ഒരു ദിവസം മാമിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തത്. അല്ല മാം ആയിരുന്നു എന്തോ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചത്. അപ്പൊ ഞാൻ ആഗ്രഹിച്ച അതേ വ്യക്തി എന്റെ മുന്നിൽ വന്നു. ഞാൻ അതുപോലെ ഒത്തിരി ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒത്തിരി മാറ്റം എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിച്ച് ഞാൻ എന്തൊക്കെയോ എനിക്ക് കഴിയും, ഞാൻ നേടും എന്നുള്ള ഒരു ധൈര്യമായി. അതുപോലെ എന്റെ മക്കളെ ഞാൻ പറയുന്ന പോലെ എപ്പോഴും നോ എന്ന് പറഞ്ഞു വളർത്തുന്ന ഒരു അമ്മയായിരുന്നു ഞാൻ. ഇപ്പൊ എന്ത് പറഞ്ഞാലും യു ക്യാൻ ഡു, എന്തിനും ഞാൻ പറയും മക്കളെ നിനക്കേ കഴിയുമോ, നിനക്കേ കഴിയുമെന്ന് പറയും. അതിന്റെ മാറ്റം എന്റെ കുഞ്ഞുങ്ങൾക്ക് കാണാനുണ്ട്. അവര് പിൻവലിഞ്ഞ് എന്റെ നോ പറച്ചിൽ കാരണം ഒത്തിരി കഴിവുകൾ നഷ്ടപ്പെടുത്തി പിൻവലിഞ്ഞിരുന്നവരെ ഇപ്പൊ ഒരു സ്റ്റേജിൽ കയറുന്നു, പെർഫോം ചെയ്യുന്നു, ഫസ്റ്റ് നേടുന്നു. അതും ഫസ്റ്റ് ഞാൻ പറയാം. ഒരു പക്ഷെ ഇപ്പൊ കലോത്സവത്തിന് മാം എക്സാമ്പിൾ പറയാ, കലോത്സവത്തിന് 50 സ്കൂളുമായിട്ട് മത്സരിച്ചപ്പോ മോളൊരു പ്രോഗ്രാമിന് കയറി. ആളെപ്പോഴും മിറർ വർക്ക് ചെയ്യുന്നതാണ്. ആള് ചെന്ന് പണ്ട് മോള് ഇതേപോലെ കണ്ണാടി നോക്കി ഞാൻ പറയും കണ്ണാടിയിൽ കർട്ടൻ അടിച്ചിരുന്നു, നിന്റെ ഈ തോന്നിയാസം കാണിക്കാന്ന്. ഇത് മനസ്സിലാക്കിയപ്പോ ഞാൻ വിചാരിച്ചു അവള് ചെയ്യുന്ന പാത തന്നെയാണ് നല്ലത്. അവളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ഒരു എക്സാമ്പിൾ, കലോത്സവത്തിന് പങ്കെടുത്തപ്പോ ടൈം കഴിഞ്ഞു, മത്സരത്തിന്റെ ടൈം കഴിഞ്ഞു. അപ്പോ അത് പറഞ്ഞു. അപ്പോ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോളെ നിന്റെ പ്രസംഗം സൂപ്പർ ആയിരുന്നു, പക്ഷേ ഇതെല്ലാം പാലിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നീ സൂപ്പർ ആയിരുന്നു, അത് അമ്മയ്ക്ക് അറിയാം. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, അമ്മ നെഗറ്റീവ് അടിക്കല്ലേ അമ്മ, എനിക്ക് തന്നെ കിട്ടും. മാം എനിക്ക് അറിയില്ല, ആ ജഡ്ജ് തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞതാണ് സമയം കഴിഞ്ഞത്. റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോ എന്റെ മോൾക്കായിരുന്നു ഫസ്റ്റ്. അപ്പൊ അവള് പറഞ്ഞു ഞാൻ എന്നിൽ വിശ്വസിച്ചു, അമ്മ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എന്നിൽ വിശ്വസിച്ചു, അതിന്റെ ഇതാണ് എനിക്ക് കിട്ടിയെന്ന്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ എന്റെ ലൈഫ് വന്നു. എന്നിട്ടും ഇപ്പോഴും എനിക്ക് നെഗറ്റീവ്സ് കയറി വരിക എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ മാമിന് അറിയാലോ, വർക്ക് ചെയ്യുമ്പോൾ ഈ അനീതികൾ കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങ് പ്രതീക്ഷിക്കുന്നു അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോന്നാണ്. പല കാര്യങ്ങളും നമുക്ക് പല രീതിയിലാണ്. ഇപ്പൊ ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ ഇനി എന്ത് ചിന്തിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ എടുത്ത് വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. കാര്യം അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. ആക്ഷൻ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഗവൺമെന്റ് എന്താ, അല്ലെങ്കിൽ നമ്മുടെ ഇതെന്താ, അങ്ങനെ എന്താ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാരില്ല. വീട്ടിൽ നിന്ന് ഒരുപാട് ചർച്ചകൾ നടത്തുന്ന കാര്യമുണ്ട്. പക്ഷെ വെളിയിൽ അതുകൊണ്ട് യാതൊരു ഇമ്പാക്റ്റും ഇല്ല, നമുക്കും പ്രയോജനമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനകത്ത് നമ്മളുടെ ഫോക്കസ് പോകുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് പോവാന്നുള്ളത് ഉള്ളൂ. മനസ്സിലായോ? ചില
അത് മാത്രമല്ല നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾക്ക് മറ്റുള്ളവർക്ക് ദോഷമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് പറയാനും അവിടെ ചേഞ്ചസ് വരുത്താനും പറ്റുവാണെങ്കിൽ അത് നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. മനസ്സിലായോ? അത് നമ്മളെ അഫക്ട് ചെയ്യും. അത് നമുക്ക് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് സമൂഹത്തിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ ഇടപെടാതിരിക്കുക. അതിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടും യാതൊരു കാര്യമില്ല. അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സും അതുപോലെ നമ്മുടെ സെൽഫ് ലവും നമുക്ക് ഇൻക്രീസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് മറ്റാളുടെ ആസ്പെക്റ്റിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കുറച്ച് നല്ല രീതിയിൽ നമുക്ക് അപ്പൊ കാണുന്ന രീതികൾ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. മനസ്സിലായി? അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്ത് സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അദ്ദേഹം. അപ്പൊ അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊരു വലിയൊരു ടോപ്പിക്കാണ്. ഓക്കെ മാം, താങ്ക് യു. മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമായിരുന്നു. ഓക്കെ. താങ്ക് യു. ബൈ. ടേക്ക് കെയർ. ബൈ. താങ്ക് യു. ആയിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.